അപ്പോൾ നമ്മൾ കണ്ടു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ടേണിംഗ് പോയിന്റിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് എയറി ഫങ്ഷൻസ് ആണെന്ന് കണ്ടു. എ ഐ ഓഫ് ഇസഡ് ആൻഡ് ബി ഐ ഓഫ് ഇസഡ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അസിംപ്റ്റോട്ടിക് ഇതിനെയാണ് നമ്മളിനി രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യണത്, എക്സ്ട്രാപൊലേറ്റ് ചെയ്യണത്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും അസിംപ്റ്റോട്ടിക് ഫോമാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അസിംപ്റ്റോട്ടിക് ഫോം ഈ എക്സ്പ്രഷൻസിലുണ്ട്, നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ടി വരും. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ്. ഇനി ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് ഫോമും കാണാണ്ട് പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് വളരെ വലുതാവുമ്പോൾ, ടേണിംഗ് പോയിന്റിൽ നിന്ന് വളരെ അകന്ന് നിൽക്കുമ്പോൾ, അതാണ് അസിംപ്റ്റോട്ടിക് ഫോം രണ്ട് സൈഡിലും. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനും എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ജനറലി നമ്മൾ ഇപ്പോൾ എക്സ്ട്രാപൊലേറ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ നമ്മൾ മുമ്പ് സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ള WKB വേവ് ഫംഗ്ഷനായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് എയറി ഫങ്ഷൻസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഒരു ജനറൽ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ psi p എന്ന് വിളിക്കുക. സോ psi p ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് സ്മോൾ a ഇൻറ്റു എയറി ഫങ്ഷൻ ai of z plus another constant b, normalization factors a and b, small a and small b, then bi of z. ഇങ്ങനെ നമുക്കൊരു ജനറൽ സൊല്യൂഷനായിട്ട് രണ്ടിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, വേർ a and b are constants. ഇതാണ് നമ്മുടെ വേവ് ഫങ്ഷൻ അറ്റ് അല്ലെങ്കിൽ അറൗണ്ട് ദ ടേണിംഗ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്കറിയാം മൊമെൻ്റത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. അത് നമ്മൾ പി ഓഫ് എക്സ് ഈക്വൽ ടു √2m ഇൻറ്റു ഇ മൈനസ് ബി ഓഫ് എക്സ്. ഇതാണ് മൊമെൻ്റത്തിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇത് ഈ വി ഓഫ് എക്സിൽ നമ്മൾ മുമ്പ് ഈ ടേണിംഗ് പോയിന്റിലുള്ള വി ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ മുമ്പ് കണ്ടുവച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? ഇ മൈനസ് എക്സ് ഇൻറ്റു വി ഡാഷ് 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് √2m ഇൻറ്റു ഇ മൈനസ് മറ്റ് വി ഓഫ് എക്സിന് പകരം ഇ മൈനസ് എക്സ് ഇൻറ്റു വി ഡാഷ് 0. അങ്ങനെയാണ്. ഓക്കെ, അതായത് ഇ പ്ലസ് എക്സ് ഇൻറ്റു വി ഡാഷ് 0 എന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ മൈനസ് ആകുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇയും ക്യാൻസൽ ചെയ്ത് പോകും. മാത്രമല്ല ഈ വി ഡാഷിന് നമ്മുടെ കയ്യിൽ എക്സ്പ്രഷൻ ഉണ്ട്. വാട്ട് ഈസ് വി ഡാഷ്? നമ്മൾ ആൽഫ ക്യൂബ് ഈക്വൽ ടു 2m/h ക്രോസ് സ്ക്വയർ വി ഡാഷ് 0. ഇങ്ങനൊരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആൽഫ ഈക്വൽ ടു ദിസ് ടു ദ പവർ ഓഫ് 1/3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും വി ഡാഷ് എന്ത് കിട്ടും? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇയും ക്യാൻസൽ ചെയ്ത് പോകും. വി ഡാഷിന് പകരം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഡാഷ് 0 ഈക്വൽ ടു ആൽഫ ക്യൂബ് എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു √2m ഇൻറ്റു എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു വി ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ക്യൂബ് എച്ച് ക്രോസ് സ്ക്വയർ
ഡിവൈഡഡ് ബൈ 2m ഇങ്ങനെ വരും. ഇതിൽ ഈ 2m ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി എന്ത് വരും? മൈനസ് എക്സ് വരും. ദെൻ ആൽഫ ക്യൂബിൻ്റെ റൂട്ട്, സോ ആൽഫ ടു ദ പവർ ഓഫ് 3/2. ദെൻ എച്ച് ക്രോസ് സ്ക്വയറിൻ്റെ റൂട്ട് എച്ച് ക്രോസ് ഇങ്ങനെ വരും. സോ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ്, സോറി അത് റൂട്ടിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, റൂട്ടിൻ്റെ ഉള്ളിലാണ് ഇൻറ്റു ഇത് ആൽഫേനെ എച്ച് ക്രോസിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ആൽഫ ടു ദ പവർ ഓഫ് 3/2 എച്ച് ക്രോസ് സ്ക്വയറിൻ്റെ റൂട്ട് എച്ച് ക്രോസ്. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എക്സ്പ്രഷനായി, മൊമെൻ്റത്തിൻ്റെ എക്സ്പ്രഷനായി. അതായത് ഈ നമ്മുടെ ടേണിംഗ് പോയിന്റിൻ്റെ നൈബർഹുഡിൽ മൊമെൻ്റത്തിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് ആൽഫ ടു ദ പവർ ഓഫ് 3/2 റൂട്ട് ഓഫ് മൈനസ് എക്സ് പി ഓഫ് എക്സ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നമ്മൾ സെക്കൻഡ് റീജിയനിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അവിടെ എന്താണ് സൊല്യൂഷൻ, ഏത് ഫോമിലാവും നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റീജിയൻ 2 ശ്രദ്ധിക്കാം. അപ്പോൾ അവിടെ ടേണിംഗ് പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടുത്തെ എക്സ്പ്രഷൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ 0 to x മോഡുലസ് പി ഓഫ് എക്സ് ഡാഷ് ഡി എക്സ് ഡാഷ് അങ്ങനെയാണ്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഈ പി ഓഫ് എക്സിന് പകരം നമുക്ക് നമ്മളിപ്പോൾ എഴുതിയ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, സോ അതെന്താണ്? ഇതാണ് എച്ച് ക്രോസ് ആൽഫ ടു ദ പവർ ഓഫ് 3/2 കോൺസ്റ്റൻസ് ആണ്, പുറത്തേക്ക് എടുക്കാം. ദെൻ ഇൻ്റഗ്രൽ 0 to x, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ മോഡുലസ് അല്ല വേണ്ടത്, അപ്പോൾ നമുക്ക് ഈ -1 പുറത്തേക്ക് എടുക്കാം. സോ മോഡുലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് എന്ന് വരും, അതിൻ്റെ മോഡുലസ് ഇൻറ്റു ഡി എക്സ്. പ്രൈം കൊടുത്തോളൂ, പ്രൈം, അതിന് ലിമിറ്റ് എക്സ് ആണ്, അപ്പോൾ നമ്മളിവിടെ പ്രൈം കൊടുത്തു. ഓക്കെ, ഇനി മോഡുലസ് ഐ എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ അത് പോയി. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എച്ച് ക്രോസ് ആൽഫ ടു ദ പവർ ഓഫ് 3/2 റൂട്ട് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ടു ദ പവർ ഓഫ്, ലിമിറ്റ്സ് അപ്ലൈ ചെയ്താൽ 3/2 ഡിവൈഡഡ് ബൈ 3/2 എന്ന് കിട്ടും, ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ എക്സ് ഡാഷ് ആണ് വരിക, എക്സ് അപ്പർ ലിമിറ്റും പിന്നെ -0 ലോവർ ലിമിറ്റും കൊടുക്കും. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് 2/3, ഈ 3/2 മുകളിലേക്ക് പോകും, 2/3 എച്ച് ക്രോസ് ആൽഫ എക്സ് ടു ദ പവർ ഓഫ് 3/2 എന്ന് വരും. ക്ലിയർ അല്ലേ? 2/3 എച്ച് ക്രോസ് ആൽഫ എക്സ് ഓൾ ടു ദ പവർ ഓഫ് 3/2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് WKB വേവ് ഫംഗ്ഷൻ എഴുതാം. psi ഓഫ് എക്സ് ഈക്വൽ ടു, ഇതായിരുന്നു നമ്മുടെ റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ, 1/√ മോഡുലസ് പി ഡി ഇൻറ്റു ഇ ടു ദ പവർ ഓഫ് -1/h ക്രോസ്, പിന്നെ നമ്മുടെ ഇൻ്റഗ്രൽ. ഇതിപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, ഇൻ്റഗ്രലി ഇവാലുവേറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ -1/h ക്രോസും കൂടി ഇട്ടാൽ മതി.
ഓക്കെ. അതുപോലെ ഇവിടെ മോഡുലസ് പി ഓഫ് എക്സിന്റെ റൂട്ട്. അപ്പോൾ മോഡുലസ് പി ഓഫ് എക്സിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, 1/h ക്രോസ് ആൽഫ ടു ദ പവർ ഓഫ് 3/2 then റൂട്ട് എക്സ്. നമ്മൾ മുമ്പ് എഴുതിയത് തന്നെയാണ്. മോഡുലസ് പി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഓക്കെ. ഞാൻ എൻ്റെ കൂടെ ഇവിടെ ഡി ഉണ്ട്, ഡി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ദിസ് വൺ, ഇതിൻ്റെ റൂട്ട് ടു ദ പവർ ഓഫ് ഹാഫ്, then e to the power of മൈനസ് 1 ഇതിൻ്റെ കൂടെ 1/h ക്രോസ് കൂടെ വരും, അപ്പോൾ h ക്രോസ് വെട്ടിപ്പോവും. സോ -2/3 ആൽഫ എക്സ് ടു ദ പവർ ഓഫ് 3/2 എന്ന് വരും. ഓക്കെ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് d divided by h ക്രോസ് റൂട്ട് h ക്രോസ് എന്ന് എഴുതാം. ഇവിടെ ആൽഫ ടു ദ പവർ ഓഫ് 3/4 എന്നാക്കാം. 3/2 ഇവിടെ 1/2. ഇനി ഇവിടെ എക്സ് ടു ദ പവർ ഓഫ് 1/4 എന്നാക്കാം. ഓക്കെ. ദെൻ ഇ ടു ദ പവർ ഓഫ് -2/3 ആൽഫ ആൽഫ എക്സ് ടു ദ പവർ ഓഫ് 3/2. ഇതാണ് WKB വേവ് ഫംഗ്ഷൻ. നമ്മൾ മുമ്പ് എഴുതി വെച്ചിട്ടുള്ള WKB വേവ് ഫംഗ്ഷൻ ഇതാണ്. ഇത് നമ്മൾ നമ്മുടെ എയറി ഫംഗ്ഷൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം എടുക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം എഐയുടെയും BIയുടെയും എടുക്കണം. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഞാൻ എഴുതാം. സോ അസിംപ്റ്റോട്ടിക് ഫോം ഓഫ് എയറി ഫങ്ഷൻസ് ആർ അസിംപ്റ്റോട്ടിക് ഫോം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഉള്ള ഫോം, അല്ലെങ്കിൽ വെരി ലാർജർ സൈഡിലേക്ക് പോകുമ്പോഴുള്ള ഫോമിനെ അസിംപ്റ്റോട്ടിക് ഫോം എന്ന് പറയാം. എയറി ഫങ്ഷൻസ് ആർ, അത് നമ്മൾ കാണാണ്ട് പഠിക്കേണ്ടി വരും. ഇത് രണ്ടുമാണ് എയറി ഫങ്ഷൻസ്, AI ഓഫ് ഇസഡും BI ഓഫ് ഇസഡും. അപ്പോൾ ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം ഇങ്ങനെ വരും. AI ഓഫ് ഇസഡ് എപ്പോഴാണ് വെൻ ഇസഡ് ഫാർ ഗ്രേറ്റർ ദാൻ 0, അതായത് ടേണിംഗ് പോയിന്റിൻ്റെ കുറേ അകലേക്ക് പോകുമ്പോൾ, എക്സ്ട്രാപോലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ. അതിങ്ങനെയാണ് 1/2 റൂട്ട് പൈ z to the power of 1/4 e to the power of 2/3 z to the power of 3/2. ഇങ്ങനെയാണ് AIയുടെ അസിംപ്റ്റോട്ടിക് ഫോം. ഇതാണ് AIയുടെ അസിംപ്റ്റോട്ടിക് ഫോം ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ BIയുടെ അസിംപ്റ്റോട്ടിക് ഫോം. ഓക്കെ. അതിങ്ങനെയാണ് BI ഓഫ് Z when Z far greater than 0 is 1/√π. ഈ 2 ഇല്ല അവിടെ. Z to the power of 1/4 e to the power of 2/3 z to the power of 3/2. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഈ എയറി ഫങ്ഷൻസിൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം. അതും കാണാണ്ട് പഠിക്കേണ്ടി വരും. ഓക്കെ. ഓൾമോസ്റ്റ് സിമിലർ ആണ്, പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല.
അപ്പോൾ നമ്മൾ ഈ രണ്ട് അസിംപ്റ്റോട്ടിക് ഫോം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈ പി, അതായത് നമ്മൾ ടേണിംഗ് പോയിന്റിൽ നിന്ന് എക്സ്ട്രാപോലേറ്റ് ചെയ്യുന്ന ആ ലീനിയർ കോമ്പിനേഷൻ, അതിൽ നമ്മൾ അസിംപ്റ്റോട്ടിക് ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, therefore psi p of x, ഇനിയിപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നോക്കാം. ഓക്കെ, psi p of x ഈക്വൽ ടു ഇതാണ് സംഭവം, a ഇൻറ്റു എ ഐ പ്ലസ് ബി ഇൻറ്റു ബി ഐ. സോ a ഇൻറ്റു ദിസ് വൺ, a ഡിവൈഡഡ് ബൈ 2√5 z to the power of 1/4 e to the power of 2/3 z to the power of 3/2 plus b divided by this one, √5 z to the power of 1/4 e to the power of 2/3 z to the power of 3/2. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ടേണിംഗ് പോയിന്റിൽ നിന്ന് എക്സ്ട്രാപോലേറ്റ് ചെയ്ത ഫോം. ഇതാണ് നമ്മുടെ WKB വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യാം. മാച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം നോക്കൂ. ഇവിടെ e to the power of 2/3, ഇതിലിപ്പോൾ e to the power of, സോറി ഒരു മിനിറ്റ്, ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. ഓക്കെ, എ ഐയിൽ മൈനസ് വരും, ഇവിടെ മൈനസ് ഇല്ല. ഓക്കെ, സോ ഇത് തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഈ ടേം മാച്ച് ചെയ്യണത് ഈ എ ടേം ആയിട്ടാണ്. ബി ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ബി ഈക്വൽ ടു 0 എന്നെടുക്കാം. ഇത് കാര്യം മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഓൾറെഡി നമ്മൾ റീജിയൻ 2-ൽ സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ള സൊല്യൂഷൻ, WKB സൊല്യൂഷൻ. ഇത് നമ്മൾ ടേണിംഗ് പോയിന്റിൽ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാപോലേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് അത് രണ്ടും സ്മൂത്ത് ആയിട്ട് അവിടെ മാച്ച് ചെയ്യണം, കണക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യാം. മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ബി ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒന്നുമില്ല. അപ്പം അത് ബി ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഓക്കെ, മാച്ചിങ് ദ എക്സ്പ്രഷൻസ്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എയും ഇതിനെ ബി എന്നും എഴുതാം. മാച്ചിങ് എ ആൻഡ് ബി, we get, first condition we get b equal to 0. ഓക്കെ, പിന്നെ കിട്ടുന്നത് നോക്കൂ, e to the power of -2/3 ഇവിടെ ഉണ്ട്, ഇവിടെയും e to the power of -2/3 ഉണ്ട്. ഈ z to the power of 3/2, അതിന് പകരം ഇവിടെ ആൽഫ എക്സ് ആണ്. z ഈക്വൽ ടു ആൽഫ എക്സ് എന്ന് ഇട്ടാൽ ഇതും മാച്ച് ചെയ്തു. കാരണം z എന്നുള്ളത് പ്രശ്നമില്ല, കാരണം അത് z എന്ന് പറഞ്ഞൊരു ഡയറക്ഷനാണ്. അതിന് പകരം നമ്മളിവിടെ എക്സ് ഡയറക്ഷൻ ആൽഫ ഇൻറ്റു എക്സ് എന്ന് എടുക്കണം. സോ z ഈക്വൽ ടു ആൽഫ എക്സ്, അപ്പോൾ അത് മാച്ച് ചെയ്തു. സോ വി ഹാവ് ടു ടേക്ക് z ഈക്വൽ ടു ആൽഫ എക്സ്, അങ്ങനെയും കൂടി എടുക്കുക നമ്മൾ. അപ്പോൾ ഇതും ഈ എക്സ്പോണന്റ് ടൈം അങ്ങനെ തന്നെ മാച്ച് ചെയ്തു. നമുക്കപ്പോൾ പിന്നെ ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിൽ മാച്ച് ചെയ്യിക്കാം. സോ വി ഗെറ്റ് d divided by √h cross alpha to the power of 3/4 x to the power of 1/4 ഈക്വൽ ടു എന്താവണം? ഇതായിരിക്കണം, a divided by 2√5 z to the power of 1/4. z എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആൽഫ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അത് വെട്ടിക്കളയാം. ഈ ലെഫ്റ്റ് സൈഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ നെക്സ്റ്റ് പേജിൽ എഴുതാം. സോ വി ക്യാൻ റൈറ്റ് a divided by 2√5 alpha x
ടു ദ പവർ ഓഫ് 1/4. സെഡിന് പകരം നമുക്ക് ആൽഫ എക്സ് എന്ന് എഴുതാം. ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ റൂട്ട് എച്ച് ക്രോസ്, ഈ ആൽഫനെ നമുക്ക് 1/4 3/4നെ 1/4ഉം ആൽഫ ടു ദ പവർ ഓഫ് 3/2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക? അല്ല സോറി, 1/2 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം 3/4ന്. ഇങ്ങനെ, അതായത് ആൽഫ ടു ദ പവർ ഓഫ് 3/4ന് നമുക്ക് ആൽഫ ടു ദ പവർ ഓഫ് 1/2 ആൽഫ ടു ദ പവർ ഓഫ് 1/4 അങ്ങനെ എഴുതാം. അപ്പോൾ ഹാഫും 1/4 കൂട്ടിയാൽ 3/4. സോ അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് വരും? ബാക്കി ഇവിടെ എന്താ വരും? ആൽഫ ടു ദ പവർ റൂട്ട് ആൽഫ വരും. റൂട്ട് ആൽഫ അല്ല, ദെൻ ആൽഫ എക്സ് ടു ദ പവർ ഓഫ് 1/4 വരും. അപ്പോൾ ഈ ആൽഫ എക്സ് രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യും. പിന്നെ ഏതാ ക്യാൻസൽ ചെയ്യുക? പിന്നെ ഒന്നും ക്യാൻസൽ ചെയ്യില്ല. സോ വി ക്യാൻ റൈറ്റ് എ ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ റൂട്ട് എച്ച് ക്രോസ് റൂട്ട് ആൽഫ, പിന്നെ മുകളിൽ 2√π എന്ന് വരും. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എഴുതാം. ഡി ഇൻറ്റു റൂട്ട് ഓഫ്, ഇതൊക്കെ റൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 2ന് കൂടെ നമ്മൾ 4 എന്നാക്കുക. അപ്പോൾ 4π ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് ആൽഫ എന്ന് വരും. സോ എ ഈക്വൽ ടു ദിസ് വൺ. എ ഈക്വൽ ടു ഡി ഇൻറ്റു ദിസ് വൺ. അതുപോലെ നമുക്ക് നേരത്തെ കിട്ടി ബിയുടെ ബി ഈക്വൽ ടു 0, സ്മോൾ ബി ഈക്വൽ ടു 0. അത് നമുക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് റീജിയൻ 1ൽ എന്താ ഉണ്ടാവണമെന്ന് നോക്കാം. റീജിയൻ 1 ഇത് റീജിയൻ 2 എന്ന് കിട്ടിയ മാച്ചിങ് എക്സ്പ്രഷൻ ആണ്. ഇത് വാലിഡ് ആയി കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ നിന്നും വരുന്ന സംഭവങ്ങൾ മാച്ച് ചെയ്യും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ പടം വരച്ച് കാണിച്ചു തരാം. അതായത് ടേണിംഗ് പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന എക്സ്പ്രഷനും വേവ് ഫംഗ്ഷനും പിന്നെ റൈറ്റ് സൈഡിൽ ഓൾറെഡി ഉണ്ടായിരുന്ന എക്സ്പ്രഷനും തമ്മിൽ മാച്ച് ആവുമ്പോൾ, സ്മൂത്ത്ലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വേവ് ഫംഗ്ഷനും മാച്ച് ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ട് കടന്നു പോകും. ഓക്കെ, ഇനി നമ്മൾ റീജിയൻ 1ൽ ശ്രദ്ധിക്കാം. ഇവിടെ എക്സ് നെഗറ്റീവ് ആണ്. ഹിയർ എക്സ് ഈസ് നെഗറ്റീവ്, ലെഫ്റ്റ് സൈഡ് ആണ് നമ്മുടെ ടേണിംഗ് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഇന്റഗ്രൽ ലിമിറ്റ്സ് എങ്ങനെ എഴുതേണ്ടി വരും? എക്സ് ടു 0. നേരത്തെ നമ്മൾ 0 to x എന്ന് എഴുതിയത്, കാരണം ടേണിംഗ് പോയിന്റിൽ നിന്ന് അകന്നു പോകണം. ഇപ്പം അങ്ങനെയല്ല, അകലയിൽ നിന്ന് ടേണിംഗ് പോയിന്റിലേക്ക് വരുന്നു. അതാ എക്സ് ടു 0, ലെഫ്റ്റ് സൈഡിൽ അതാണ് സംഭവിക്കുക. ഇന്റഗ്രൽ എക്സ് ടു 0 പി ഓഫ് എക്സ് ഡാഷ് ഡി എക്സ് ഡാഷ് ഈക്വൽ ടു, പിയുടെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അത് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് alpha to the power of 3/2, then integral x to 0 root of minus x dx dash x prime കൊടുക്കുക. ഇനി നമ്മൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എച്ച് ക്രോസ് ആൽഫ ടു ദ പവർ ഓഫ് 3/2. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം.
ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -x⁻⁴ ഹാഫ് അല്ലേ, അപ്പോൾ ഹാഫ് + 1 3/2 ഡിവൈഡഡ് ബൈ 3/2. സോ -x⁻⁴ അല്ലെങ്കിൽ x'⁻³ divided by 3/2 between limits x to 0. ഇതിന് ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2/3 മുകളിലേക്ക് വന്നു, h⁻⁴3/2. ആദ്യം 0 വരും, പിന്നെ -x വരും, അപ്പോൾ ഇത് പ്ലസ് ആവും. സോ x⁻³ എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം x' ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 0, പിന്നെ -x, അപ്പോൾ ഇത് മൈനസ് പോയിട്ട് പ്ലസ് ആവും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2/3 h ക്രോസ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ മതി, α(x⁻³ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രൽ. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആദ്യം WKB വേവ് ഫംഗ്ഷൻ എഴുതാം. സോ WKB വേവ് ഫംഗ്ഷൻ ഈസ് psi of x equal to 1/√P of x. സോ നമ്മൾ നേരത്തെ എഴുതിയ പോലെ √h cross α⁴, then -x⁻⁴, then ഇതാണ് നമ്മുടെ P of x. അതായത് നമ്മൾ ഇതാണ് നമ്മുടെ, ഇതിന് പകരമാണ് ഇപ്പോൾ എഴുതാൻ പോണത് psi of x 1/, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ WKB വേവ് ഫംഗ്ഷൻ. അപ്പോൾ 1/√P of x be(e⁻i/h cross into ഇന്റഗ്രൽ, ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അതുപോലെ c(e⁻−i/h cross ഇന്റഗ്രൽ), അതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇവിടെയാണ് നമ്മൾ ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താവും? b(e⁻i/h cross), ഇവിടെ ഒരു h ക്രോസ് ഉള്ളതുകൊണ്ട് അത് വെട്ടിപ്പോകും, i/h cross. അപ്പോൾ നമുക്ക് i × 2/3, പിന്നെ h ക്രോസ് വെട്ടിപ്പോയി, α(x⁻3/2) ഓക്കെ, പ്ലസ് c(e⁻−i/2/3) α(x⁻3/2). ഓക്കെ, ഇങ്ങനെ വരും. സോറി, ഒരു മിസ്റ്റേക്ക് പറ്റി, ഇവിടെ മൈനസ് പോവില്ല. നോക്കൂ, ഇവിടെ -0 വരുമ്പോൾ ഇത് -0 എന്നാവും, പിന്നെ x വരുമ്പോൾ -x എന്നാവും, അങ്ങനെ വരാം. അപ്പോൾ ഇവിടെ -x⁻3/2 എന്ന് വരും. സോ -α(x) എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെയും -α(x) വരും, ഇവിടെയും -α(x) വരും. അതൊരു മിസ്റ്റേക്ക് കേട്ടാ. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. സോ ദാറ്റ് മൈനസ് സൈൻ വിൽ കണ്ടിന്യൂ. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എയറി ഫങ്ഷൻസിൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം എവിടേക്ക്? ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ, അതിങ്ങനെയായിരിക്കും. ഞാൻ അടുത്ത നെക്സ്റ്റ് പേജിൽ എഴുതാം. For z far less than 0, that is
for large negative z, the asymptotic form of Airy functions are, നേരത്തെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എഴുതി, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള അസിംപ്റ്റോട്ടിക് ഫോം. ഓക്കെ, അതും കാണാണ്ട് പഠിക്കേണ്ടി വരും. എ ഐ ഓഫ് ഇസെഡ് അപ്രോക്സിമേറ്റ്ലി നമ്മളതിനെ ഇസെഡ് ഫാർ ഫാർ ലെസ് ദാൻ 0 ഇങ്ങനെ വരും. 1/√π മൈനസ് ഇസെഡ് ടു ദ പവർ ഓഫ് 1/4 സൈൻ 2/3 minus z to the power of 3/2 plus π/4 എന്ന് വരും. ഓക്കെ, അതുപോലെ ബി ഐ ഓഫ് ഇസെഡ് അപ്രോക്സിമേറ്റ്ലി ഇസെഡ് ഫാർ ഫാർ ഗ്രേറ്റർ ദാൻ 0. ആക്ച്വലി ബി ഐ രണ്ട് കേസിലും ബി ഐയുടെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് 0 ആയിട്ട് പോകും. നമ്മുടെ ലീനിയർ കോമ്പിനേഷനിൽ ഈ ഇത് പോകും, അതുകൊണ്ട് ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചെറിയ വ്യത്യാസമുള്ളൂ, പഠിക്കാനും കുഴപ്പമില്ല. ഇതിൻ്റെ √1/√5 മൈനസ് ഇസെഡ് ടു ദ പവർ ഓഫ് 1/4 ഇത് സെയിം ആണ്. ദെൻ കോസ് 2/3 മൈനസ് ഇസെഡ് ടു ദ പവർ ഓഫ് 3/2 പ്ലസ് π/4. വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, സൈൻ കോസായി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി അറ്റ് മാച്ചിങ് പോയിന്റ്സ് നമ്മുടെ ലീനിയർ കോമ്പിനേഷനിൽ ബി 0 ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ തന്നെയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഇ ടു ദ പവർ ഓഫ് ഐ തീറ്റ, ഇത് ഇ ടു ദ പവർ ഓഫ് മൈനസ് ഐ തീറ്റ. അപ്പോൾ അവിടെ രണ്ട് പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഒന്നില്ലെങ്കിൽ കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. പ്ലസ് ചെയ്യുകയാണെങ്കിൽ കോസ് തീറ്റ, മൈനസ് ചെയ്യുകയാണെങ്കിൽ സൈൻ തീറ്റ, 2i സൈൻ തീറ്റ അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബി 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എ മാത്രം എടുത്താൽ മതി ലീനിയർ കോമ്പിനേഷനിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈ പി ഓഫ് എക്സ് എവിടത്തെയാണത്? ഇസെഡ് ലെസ് ദാൻ 0, ടേണിംഗ് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, എ ഡിവൈഡഡ് ബൈ ഈ എക്സ്പ്രഷൻ എ ഡിവൈഡഡ് ബൈ √π മൈനസ് ഇസെഡ് ടു ദ പവർ ഓഫ് 1/4 then sin 2/3 minus z to the power of 3/2 plus π/4. ഓക്കെ, ഇനി ഇതിവിടെ നമ്മൾ z ഈക്വൽ ടു ആൽഫ എക്സ് എന്നിടുക. z ഈക്വൽ ടു ആൽഫ എക്സ്. So this can be written as a divided by √π minus z to the power of 1/4. ഈ സൈൻ തീറ്റനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ ടു ദ പവർ ഓഫ് ഐ തീറ്റ മൈനസ് ഇ ടു ദ പവർ ഓഫ് മൈനസ് ഐ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 2i എന്ന് എഴുതാം. അപ്പം അങ്ങനെ എഴുതാം. സോ ദിസ് ഈസ് ഇ ടു ദ പവർ ഓഫ് ഈ സെയിം തിങ്. അപ്പോൾ ഇവിടെ പ്ലസ് π/4 വരും. അപ്പോൾ അതിന് നമുക്ക് രണ്ടെണ്ണം ആക്കിയിട്ട് എഴുതാം. ഇ ടു ദ പവർ ഓഫ് ഐ തീറ്റ ഉണ്ട്, സോ ഐ π/4 ഇ ടു ദ പവർ ഓഫ് 2i into 2/3 minus alpha x to the power of 3/2.
അങ്ങനെ എഴുതാം. ഇതേ മൈനസ് സൈൻ അല്ല ഇ ടു ദ പവർ ഓഫ് മൈനസ് ഐ തീറ്റ. സോ ഇ ടു ദ പവർ ഓഫ് മൈനസ് ഐ പൈ ബൈ 4 then e to the power of minus I 2 by 3 minus alpha x to the power of 3 by 2 all divided by 2i എന്ന് എഴുതാം. all divided by 2i എന്ന് എഴുതാം. ഓക്കെ, ഈ 2i നെ കൂടിക്ക് കൊണ്ടുവരാം. സോ ദിസ് ഈസ് ഈക്വൽ ടു a divided by 2i root pi minus alpha x to the power of 1 by 4. ഈ സംഭവങ്ങൾ തന്നെ 2i ഇങ്ങോട്ട് വന്നു, e to the power of I pi by 4 e to the power of I 2 by 3 minus alpha x to the power of 3 by 2 minus e to the power of minus I pi by 4 e to the power of minus I 2 by 3 minus alpha x to the power of 3 by 2 അങ്ങനെ കിട്ടും. ഇത് നമുക്കിനി മാച്ച് ചെയ്യണം. നമ്മൾ നേരത്തെ എഴുതിയ എക്സ്പ്രഷനായിട്ട് മാച്ച് ചെയ്യാം. അതെവിടെയാണ്? ഇതാണ് നമ്മൾ നേരത്തെ എഴുതി വെച്ച എക്സ്പ്രഷൻ, സൈ ഓഫ് ഡബ്ല്യു കെ ബി വേവ് ഫംഗ്ഷൻ. അതിൽ നോക്കൂ, ബി ഇൻറ്റു ടു ദ പവർ ഓഫ് ഒരു സംഭവം പ്ലസ് സി ഇൻറ്റു ടു ദ പവർ ഓഫ് ഇത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, സോ അത് മാച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഇതിനെ നമുക്ക് ആദ്യത്തേനെ നമുക്ക് ഇതായിട്ട് മാച്ച് ചെയ്യാം, പ്ലസ് ഐ ടൈമിനെ ഇതായിട്ട് മാച്ച് ചെയ്യാം, മൈനസ് ഐനെ ഇതായിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് so comparing with the WKB wave function, okay, we get a divided by 2i root pi minus alpha x to the power of 1 by 4 then e to the power of I pi by 4 equal to ഇവിടെ നിന്ന് എന്താ വരിക? ഇവിടെ നിന്ന് ബി ഡിവൈഡഡ് ബൈ ഈ ക്വാണ്ടിറ്റി വരും. സോ ബി ഡിവൈഡഡ് ബൈ റൂട്ട് എച്ച് ക്രോസ് ആൽഫ ടു ദ പവർ ഓഫ് 3 by 4 മൈനസ് എക്സ് ടു ദ പവർ ഓഫ് 1 by 4 എന്ന് വരും. ഓക്കെ, അതുപോലത്തെ രണ്ടാമത്തെ സെക്കൻഡ് ടേമിനെ കമ്പയർ ചെയ്യുമ്പോൾ a divided by 2i root pi minus alpha x to the power of 1 by 4 e to the power of minus I pi by 4 equal to ഇത് വരും. സെക്കൻഡ് ടേമിലുള്ളത് സി ആണ്. സി ഡിവൈഡഡ് ബൈ ഇത് തന്നെ വരും, റൂട്ട് എച്ച് ക്രോസ് ആൽഫ ടു ദ പവർ ഓഫ് 3 by 4 മൈനസ് എക്സ് ടു ദ പവർ ഓഫ് 1 by 4. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആൽഫൈനെ എക്സിനെ കമ്പൈൻ ചെയ്യാം. ഇത് 3 by 4 1 by 4 കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. അങ്ങനെ കമ്പൈൻ ചെയ്ത് ബാക്കിയുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, രണ്ട് എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഞാൻ ആൻസർ എഴുതാൻ പോകണം, നിങ്ങളത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ വി ഗെറ്റ് എ സിംപ്ലിഫൈ, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തോ, എ ഡിവൈഡഡ് ബൈ 2i root pi
e to the power of I pi by 4 equal to b divided by root of h cross alpha എന്ന് കിട്ടും. ആൻഡ് രണ്ടാമത്തെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എ ഡിവൈഡഡ് ബൈ 2i റൂട്ട് പൈ e to the power of minus I pi by 4 equal to c divided by root of h cross alpha എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ എ മുമ്പ് കണ്ടുവച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ എ, സ്മോൾ എ ഈക്വൽ ടു നമ്മളിത് ഇവിടെ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് ഡി ഇൻറ്റു റൂട്ട് ഓഫ് 4 pi by h ക്രോസ് ആൽഫ. എ ഈക്വൽ ടു ഡി ഇൻറ്റു റൂട്ട് ഓഫ് 4 pi ഡിവൈഡഡ് ബൈ h ക്രോസ് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ ഈ എ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ബി ഈക്വൽ ടു മൈനസ് ഐ ഇ ടു ദ പവർ ഓഫ് I pi by 4 ഇൻറ്റു ഡി എന്ന് കിട്ടും. ഒരു എക്സ്പ്രഷൻ കിട്ടും. പിന്നെ c ഈക്വൽ ടു ഐ ഇൻറ്റു ഇ ടു ദ പവർ ഓഫ് മൈനസ് I pi by 4 ഇൻറ്റു ഡി എന്ന് കിട്ടും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ഷൻ ഫോർമുല. തമ്മിലുള്ള ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ്? ബിയും ഡിയും തമ്മിലും സിയും ഡിയും തമ്മിലും. ഇതാണ് രണ്ട് റീജിയനിലുള്ള മാച്ചിങ് കണ്ടീഷൻസ്. ഇതാണ്, ഇതിനെയാണ് അപ്പോൾ നമ്മൾ കണക്ഷൻ ഫോർമുലാസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നമ്മുടെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വി ഗെറ്റ് 2d divided by root of p of x. 2d divided by root of p of x sin 1 by h cross integral over x to x2 p of x dx plus pi by 4. ഇവിടെ നമ്മൾ x2 ഈക്വൽ ടു 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ x2. അപ്പോൾ ഇവിടെ 0 എന്ന് വേണമെങ്കിൽ ഇടാം. ഇത് നമ്മൾ കണക്ട് ചെയ്യണത് ഇങ്ങനെയാണ്, ഡി ഡിവൈഡഡ് ബൈ, അതായത് ഒരു സൈൻ ഫംഗ്ഷന് നമ്മളെങ്ങനെയാണ് കണക്ട് ചെയ്യണത്? ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മോഡുലസ് പി ഓഫ് എക്സ് then e to the power of minus 1 by h cross integral x2 to x p of x modulus dx. ഇതാണ് കണക്ഷൻ ഫോർമുല. അപ്പോൾ ഒരു സൈൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോണൻഷ്യലി മൈനസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് സൈൻ ഫംഗ്ഷൻ. ഇതാണ് കണക്ഷൻ ഫോർമുല. ഓക്കെ, ഈ കണ്ടീഷൻസ് ഇത് രണ്ടും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് റീജിയനിൽ സൊല്യൂഷൻസ്, ഐഡിയ മനസ്സിലായി വിചാരിക്കും. നമ്മളെ എക്സ്ട്രാപോലേറ്റ് ചെയ്ത സൊല്യൂഷൻസ് രണ്ട് WKB വേവ് ഫംഗ്ഷൻ രണ്ട് റീജിയനിൽ തമ്മിൽ സ്മൂത്ത് ആയിട്ട് കണക്ട് ചെയ്യും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ.